മരപ്പട്ടിന്റെ ശല്യം കൊണ്ട് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ലാണ്. സീലിംഗ് ഓടിന്റെ ഉള്ളിൽ കയറി കൂടിയ മരപ്പട്ടി വീടിന്റെ മുകൾ ഭാഗം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കേട്ടോ. അങ്ങനെയാണ് അവരെ നമ്മളെ വിളിക്കുന്നത്. കണ്ണൂർ ജില്ലയിലൊക്കെ ഈ മരപ്പട്ടിയെ കള്ളുണ്ണി പൂച്ച അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. വീടിന്റെ മുകളിലേക്ക് മരപ്പട്ടികൾ കയറുന്നത് മരത്തിലൂടെ എന്ന് വിചാരിച്ചിട്ടോ മരങ്ങളെല്ലാം വെട്ടി ഒഴിവാക്കിയത്. ഇതിനെക്കാട്ടി വലിയ വളവന്മാരാണ് മരപ്പട്ടികൾ സിമ്പിളായിട്ട് ചുമരിലൂടെ കയറിപ്പോയിട്ടോ മുകളിലേക്ക്. നമ്മളെ ഇത് ഒരു 1.5 വർഷത്തിലധികമായി ഈ പ്രയാസം നമ്മൾ നേരിടുന്നു. പിന്നെ മുകളിലത്തെ റൂം നമുക്ക് യൂസ് ചെയ്യാനേ തോന്നാറില്ല. നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ എപ്പോഴും മുകളിലേക്ക് പോകാൻ ആരെയും പറഞ്ഞേക്കാൻ നമുക്ക് തോന്നില്ല. അത്രയും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓരോ തവണ ഇങ്ങനെ പിന്നെ ആ തറയിൽ ഫ്ലോറിലിങ്ങനെ പിന്നെ വെള്ളം കാണുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ച് പിന്നെ വേറെന്തോ ആയിരിക്കും, അല്ലെങ്കിൽ ആരെയും കുട്ടികളാരോ മൂത്രമൊഴിച്ച് വെച്ചതൊക്കെ വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ എന്തോ ഒരു ഇതിൻ്റെ ഉള്ളിലെന്തോ സംഭവം ഉണ്ട്. അപ്പോൾ 1-2 തവണ ഡോറിൻ്റെ പുറത്തുനിന്ന് ഓപ്പൺ ടെറസിൻ്റെ അവിടെ നിന്ന് ഡോറിൻ്റെ മുകളിൽ രാവിലെ ഇങ്ങനെ ഭയങ്കര ശക്തിയായിട്ട് അടിക്കുന്ന സൗണ്ട് കേട്ടിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് വേറെന്തോ നായോ അങ്ങനെ എന്തോ ആയിരിക്കും. പിന്നെ അതിന് ശേഷമാണ് ഇങ്ങനെ പിന്നെ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ എന്താ മെരുവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗമോ പണി നടക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നെറ്റ് വെച്ച് അടച്ചിരുന്നു. പിന്നെ അതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇതിൻ്റെ 2 സൈഡുകളിലായിട്ടുള്ള ചുമരിൻ്റെ ആ മുകളിലുള്ള ചെറിയ ഓടും ചുമരുമായിട്ടുള്ള ചെറിയൊരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇത് ഉള്ളിൽ വരുന്നത്. അങ്ങനെ നമ്മൾ അതിന് ശേഷം അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ അവരെ കൊണ്ട് പിന്നെ അതിലും ഷീറ്റ് വെച്ച് അടപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും പൂർണ്ണമായ രീതിയിൽ അത് പിന്നെ ഓടുമായിട്ട് തട്ടി നിന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് ഒഴിവായിട്ടില്ല. അപ്പോൾ അവസാനമാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരാളെ ബന്ധപ്പെടുന്നതും അവരെ തന്നെ ഇപ്പോൾ 2-3 മാസമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴാണ് അവർ ഒരു വീട്ടിൽ വന്നത്. അപ്പോൾ അവർ വളരെ വ്യക്തമായി നോക്കുകയും അതിന് പിന്നെ റിമൂവ് ചെയ്യുകയും അതുപോലെ അത് വളരെ വൃത്തിയിൽ തന്നെ കൈകാര്യം ചെയ്ത് അതിനെ നല്ല രീതിയിൽ പിന്നെ അടച്ച് ഭദ്രമായി വളരെ സമയമെടുത്ത് വളരെ വൃത്തിയോടുകൂടി ചെയ്ത് നമുക്ക് സംതൃപ്തിയാവുന്ന രൂപത്തിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്.